ഇത് ഏത് സെഗ്മെൻറ്റിൽ പെടുത്തും എന്ന് ചോദിച്ചാൽ ഹാഷ് ബാക്ക് ആണോ, സെഡാൻ ആണോ, SUV ആണോ ഒന്നും മനസ്സിലാകുന്നില്ല. അതാണ് ഈ വാഹനത്തിൻ്റെ രൂപഘടന. ഈ വാഹനത്തിൻ്റെ പേര് മാരുതി ഫ്രോങ്സി എന്നാണ്. ഇതിൻ്റെ മുകളിൽ ഗ്രാൻഡ് വിറ്റാര ഉണ്ട്, ഇതിൻ്റെ നേരെ താഴെ ബലെനോ ഉണ്ട്. പിന്നെ ആർക്കുള്ളതാണ് ഈ കാർ? ഇന്ത്യയിലും മെക്സിക്കോയിലുമാണ് ഈ വാഹനം ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത്. ഇനി ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ 9 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിമനോഹരമായ തോന്നിപ്പിക്കുന്ന ഒരു ക്ലസ്റ്റർ, മാരുതിയിലൊക്കെ സാധാരണ കാണുന്നത് പോലുള്ള സ്റ്റാരിങ് വീല്. പിന്നെ സ്റ്റാരിങ്ങിൻ്റെ മുകളിൽ കുറേ കൺട്രോൾ സ്വിച്ചുകളും കൊടുത്തിട്ടുണ്ട്. AC കൊണ്ട് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് വാഹനത്തിൽ ഇരിക്കാൻ. ഡ്രൈവർ സീറ്റിലാണെങ്കിലും പാസഞ്ചർ സീറ്റിലാണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അതുകൊണ്ട് ഈ വാഹനം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് ഞങ്ങളെ ഫാമിലിയിലേക്ക് പുതുതായിട്ട് വാങ്ങിയ ഒരു കാറാണ്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നിങ്ങളെ കൂടി പരിചയപ്പെടുത്താമല്ലോ, പിന്നെ വാഹനത്തിൻ്റെ റിവ്യൂ കൂടി ആക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ എടുത്തൊരു വീഡിയോസാണ്. പിന്നെ പവർ വിൻഡോൻ്റെ സ്വിച്ചൊക്കെ ഡോറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ലുക്കുള്ളൊരു വാഹനം തന്നെയാണ്. ഇതിൻ്റെ റിയർ സൈഡിലാണെങ്കിൽ ഇരിക്കാനുള്ള സ്പേസൊക്കെ അതിമനോഹരമാണ്, നല്ല കൂടുതലാണ്. എത്ര ഹൈറ്റുള്ള ആളുകളാണെങ്കിലും കാലൊക്കെ നല്ലോണം വെച്ചിട്ട് ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ഈ വാഹനത്തിനുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ചാർജിങ് പോർട്ടുകളുണ്ട്. ബാക്കിലിരിക്കുന്നവർക്കും ഈസി ആയിട്ട് ചാർജ് ചെയ്യാം. പിന്നെ ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് പാസഞ്ചേഴ്സിന് ആംറസ്റ്റ് കൊടുത്തില്ല. ഇത് നമ്മൾ അഡീഷണലായിട്ട് ചെയ്തതാണ് ഡ്രൈവർക്കുള്ള. ഇനി ഇതിൻ്റെ എൻജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1.2 ലിറ്റർ 4 സിലിണ്ടർ ഒരു പെട്രോൾ എൻജിനാണ് ഈ വാഹനത്തിന് കരുത്ത് പകരുന്നത്. ഇതൊക്കെയാണ് ഈ വാഹനത്തിനെ കുറിച്ച് പറയാനുള്ളത്. കൂളൻ്റ്, റേഡിയേറ്ററൊക്കെ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ബലേനോയേക്കാളും ഗ്രൗണ്ട് ക്ലിയറൻസും കൂടുതലാണ് ഈ വാഹനത്തിൽ. പിന്നെ ബൂട്ട് സ്പേസ് എന്ന് പറയുകയാണെങ്കിൽ 308 ലിറ്റർ വലിയൊരു ബൂട്ട് സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയൊരു മനോഹരമായൊരു വാഹനം തന്നെയാണ്. ചെറിയ പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ വാഹനം സ്വന്തമാക്കാനുള്ള എന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത. ഇന്ന് യാത്ര ചെയ്തു
നല്ല ഹൈറ്റ്, ഞാൻ നല്ല ഹൈറ്റ് വിശാലമായിട്ട്